യാത്ര ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് കാരണം പറയുന്നവരുണ്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഈ യാത്ര എന്റെ സ്വപ്നമാണ്, ലക്ഷ്യത്തിലേക്ക് നാം എത്തുമെന്ന ഉറച്ച വിശ്വാസവും നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് കാരണങ്ങൾ ഒരുപാട് ഉണ്ടാക്കാം. പ്രശ്നങ്ങളുണ്ട്, കല്യാണമുണ്ട്. ചില ആളുകളൊക്കെ യാത്രയുടെ കാരണങ്ങൾ പറഞ്ഞ് മുടക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും. അവസാന നിമിഷം അങ്ങനെ മാറ്റപ്പെട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സമയം എന്ന് പറയുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. എത്ര സമയം ഉറങ്ങണം, എത്ര സമയം ആസ്വദിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ ജോലിയും കുടുംബവും സമൂഹത്തോടുള്ള കടപ്പാടും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ടുള്ള യാത്രകൾ നടത്താനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ പറയാനും എളുപ്പമാണ്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും ഒരു പ്രതിസന്ധിയല്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ സമയം വരുമെന്നുള്ളതാണ് ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ കൂടി സഞ്ചരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു യാത്രകളും സമയമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി വെക്കാൻ പാടില്ല. നിങ്ങൾ അവസാന നാളുകളിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടാവും, അന്ന് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ആരോഗ്യമുള്ള കാലത്ത്, ആവതുള്ള കാലത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കൂടെ സഞ്ചരിക്കുക. ആവതില്ലാത്ത കാര്യത്ത് അന്ന് നടത്തിയ യാത്രകളിൽ കൂടി നമ്മുടെ മനസ്സിനെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ സന്തോഷിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അനുഭവം.